വെൽക്കം ബാക്ക്. ഐഷോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റേൺ റൈസ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി. ഞാനിത് ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മജ്ബൂസ് അതിൻ്റേതായ രീതിയിൽ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് 2 മെയിൻ ചേരുവകൾ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. അതായത് ബഹാരത് സ്പൈസും ലൂമിയും. ബഹാരത് സ്പൈസ് പൗഡർ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ലൂമി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ നാരങ്ങ. ഇത് രണ്ടും ചേർത്താലേ ആ ഒരു മജ്ബൂസിന് ആ ശരിക്കുള്ള ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ചേർക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം ഇനി. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും മിസ്സാവില്ല. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഈ മജ്ബൂസിലേക്കുള്ള അരി നന്നായി കഴുകിയെടുത്ത ശേഷം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 30 മിനിറ്റൊക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അതിൽ കൂടുതൽ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യരുത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നതിന് മുമ്പ് അരി നന്നായി കഴുകിയെടുത്തിട്ട് വേണം സോക്ക് ചെയ്യാൻ. സോക്ക് ചെയ്ത ശേഷം കഴുകാൻ നിൽക്കരുത് അരി. പിന്നെ ഞാനിപ്പോൾ ഈ മജ്ബൂസ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു ബസ്മതി റൈസ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ് ആയിരുന്നു. അപ്പം ഞാനത് കിട്ടാത്തതുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തു. പക്ഷെ നല്ല ബ്രാൻഡാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരി നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി മജ്ബൂസിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അരിയാം, വല്ലാണ്ട് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല. പിന്നെ അതിലേക്ക് പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു 2 എണ്ണം ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ അരിയുക, വല്ലാണ്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു സ്പൈസ് പൗഡറാണ് ബഹാരത് സ്പൈസ് പൗഡർ. അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ച സ്പൈസ് പൗഡറാണിത്. പക്ഷെ ഞാൻ ബ്ലോഗിൽ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സ്പൈസ് പൗഡറായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാൻ കാരിഫോർന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സ്പൈസ് പൗഡർ. ഇവിടെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്, മജ്ബൂസ് പൗഡർ അല്ലെങ്കിൽ ബഹാരത് സ്പൈസ് പൗഡർ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക, കറാമ്പട്ട, കറാമ്പൂ, പിന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല കേട്ടോ. പിന്നെ കറാമ്പട്ടയുടെ ഇല, ഇതെല്ലാം കൂടി കുറേശ്ശെ എടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ചിക്കൻ സ്റ്റോക്ക് ചേർക്കുക. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. സാധാരണ ഇതുപോലത്തെ മജ്ബൂസൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ചേർക്കാറുണ്ട്, അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണങ്ങിയ നാരങ്ങ, അത് ഇതിലേക്ക് മസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മജ്ബൂസിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ 2 ഡ്രൈഡ് ലെമൺ എടുത്തിട്ടുണ്ട്, ഉണങ്ങിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിർബന്ധമാണ്, അതൊട്ടും ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും അതുപോലെ ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മജ്ബൂസിലേക്ക് അത്യാവശ്യം വേണ്ട ചേരുവകൾ. അപ്പോൾ നമുക്ക് ഇനി മജ്ബൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ചൂടാക്കി എടുക്കാം. പിന്നെ നമ്മൾ മജ്ബൂസിലേക്ക് ചേർക്കുന്ന ഓയിൽ ഒലിവ് ഓയിലാണ്. നമ്മൾ സാധാ ഓയിലിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മജ്ബൂസിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർ വേണമെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവോളയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 സവോള എടുക്കേണ്ടി വരും കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വഴറ്റാം, എന്നാൽ പെട്ടെന്ന് റെഡി ആയിക്കോളും. പിന്നെ സവോള വല്ലാണ്ട് കനം കുറച്ചിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്താൽ മതി. പിന്നെ സവോള നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി ഒന്ന് വഴണ്ട ശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അല്ലാതെ നമ്മൾ ഇതിലേക്കാണ് റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സവോള വേറെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 എടുക്കാം കേട്ടോ. എരിവ് നോക്കിയിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയണം. അപ്പോൾ ഇത് റെഡിയാവുന്ന ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതൊരു 8 വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 8-10 പീസാക്കാം കേട്ടോ. പിന്നെ തോലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണം ഈ ഒരു മജ്ബൂസ് റെഡിയാക്കി എടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തോലില്ലാത്ത ചിക്കനോട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചിക്കനെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക, നന്നായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിക്കോളും. നിർബന്ധമില്ല ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുമ്പം നല്ല പഴുത്ത നല്ല റെഡ് കളറിലെ തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു റൈസ് ഡിഷ് നല്ലൊരു കളറിലായിരിക്കും റെഡിയായി വരിക. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് അധികം കളറില്ലാത്ത അധികം പഴുക്കാത്ത തക്കാളിയാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മാത്രം മതി, കൂടുതലാവേണ്ട. ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ സോസ് ഇല്ല എന്നാണെങ്കിൽ തക്കാളി ഒരെണ്ണം, നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റോ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 ടീസ്പൂൺ ബഹാരത്ത് സ്പൈസാണ് ചേർക്കാനുള്ളത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ സ്പൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള റോ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ സെപ്പറേറ്റ് മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു സ്പൈസ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് 2 ടീസ്പൂൺ മാത്രം മതി, കൂടുതലാവേണ്ട. പിന്നെ നമുക്ക് ഈ ബഹാരത്ത് സ്പൈസ് പൗഡർ വീട്ടിലുണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ പറയാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അതിന് 2 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ ഈ ബഹാരത്ത് സ്പൈസ് പൗഡർ ആയിട്ട്. ഇനി നമുക്ക് ഈ ഉണങ്ങിയ നാരങ്ങ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ നാരങ്ങ നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഒന്ന് ചെറുതായിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു റൈസ് ഡിഷിൽ വരുള്ളൂ. പിന്നെ ഈ ബഹാരത്ത് സ്പൈസ് നിങ്ങൾ ചേർക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത്. എന്നാലേ അതിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ ചിക്കനിലൊക്കെ. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചിക്കൻ നന്നായിട്ട് ഈ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എന്നാലേ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സെപ്പറേറ്റ് ഉപ്പ് ഇടാഞ്ഞത്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു മസാലയിൽ കൂടുതൽ ഉപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഉപ്പ് വീണ്ടും ചേർക്കാഞ്ഞത്. നമ്മളത് മിക്സൊക്കെ ചെയ്തിട്ട് വേവിക്കുന്ന സമയത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്, നമ്മൾ 3 കപ്പ് അരിയാണല്ലോ എടുത്തത്. അപ്പോൾ 3 കപ്പ് അരിയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 5.5 കപ്പ് ചൂട് വെള്ളമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കപ്പിലേക്ക് 6 കപ്പ് വേണ്ട, ഒരു 5.5 കപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കനിൽ കുറച്ച് വെള്ളം വരും. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കൂടുതലാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് 5.5 കപ്പ് വെള്ളം മതിയെന്ന്. പിന്നെ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സാധാ വെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ചിക്കന് വീണ്ടും വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളം അല്ലെങ്കിലും ഒരു ചൂടുള്ള വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്ന ഈ ഒരു ടൈമിൽ നമ്മളുടെ ചിക്കനും ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും, ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഈ ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു റെസിപ്പി ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് ഈ ചിക്കൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിക്കൻ്റെ തൊലി കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അധികം നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് നല്ല ഭംഗിയിൽ ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ബേക്ക് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ എല്ലാവർക്കും ഓവൺ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി കാണിക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കനൊക്കെ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അരിയിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അരിയുടെ വേവ് കൂടും. അപ്പോൾ അത് നോക്കുക. പിന്നെ അരി ചേർക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അരി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പ് ഇല്ല എന്നാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതലാവേണ്ട. ഇതുപോലത്തെ റൈസ് ഡിഷൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഉപ്പ് കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികം ആവണ്ട, കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. ചെറിയൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിൽ അല്പം ബഹാരത്ത് സ്പൈസ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈങ് പാനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. രണ്ട് സൈഡും ഒന്ന് ഗ്രിൽഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഒലിവ് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് അല്പം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് കുറഞ്ഞ എണ്ണയിൽ വേണം ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നിങ്ങൾ ഈ ഒരു ചിക്കൻ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ സിൽവർ ഫോയിലോ അലുമിനിയം ഫോയിലോ ഒരു ബേക്കിംഗ് ട്രേൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ചിക്കൻ നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്തല്ലോ അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെക്കുക. വേറെ ഒന്നും ചേർക്കണ്ട. ജസ്റ്റ് 180 ഡിഗ്രിയിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മുകൾ ഭാഗം നല്ല ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അത്ര മതി. കൂടുതൽ നേരം ഒന്നും വേവിക്കണം എന്നില്ല. മുകൾ ഭാഗം ഒന്ന് ഗോൾഡൻ ആവുന്ന വരെ നോക്കിയാൽ മതി. പിന്നെ ബേക്ക് ചെയ്തെടുക്കുമ്പം ചിക്കനിൽ കുറേ വെള്ളം പുറത്തേക്ക് വരും. ആ ബേക്കിംഗ് ട്രേ തന്നെ വരും. അപ്പോൾ ആ ബേക്കിംഗ് ട്രേയിൽ വരുന്ന വെള്ളം ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു റൈസ് ഡിഷിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ചോറ് റെഡി ആയിക്കണമെന്ന് നോക്കാം. നമ്മുടെ റൈസ് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഈ ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോവും. കാരണം നമ്മളിതിലേക്ക് നെയ്യൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ ചിക്കന് ഇതുപോലെ രണ്ട് വശവും നല്ല ഗോൾഡൻ ആയിട്ട് ഇതുപോലെ ഒരു ഗ്രിൽഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡൻ ആവുന്നവരെ രണ്ട് വശമൊന്നും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് റെഡി ആയിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ചൂടോട് കൂടിയിട്ട് ഇത് ഒരിക്കലും ഇത് മിക്സ് ചെയ്യരുത്. ചൂടാറിയ ശേഷം മാത്രമേ മിക്സ് ചെയ്യാവൂ. ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഉടഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതുപോലെ വെള്ളം മൊത്തം വറ്റി വന്നാൽ പിന്നെ അടച്ച് വെക്കും ചെയ്യരുത്, തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മുടെ ചിക്കനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി ചൂടൊക്കെ നാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. ഏറ്റവും ബെസ്റ്റ് നമ്മൾ നന്നായിട്ട് ചൂടാറിയ ശേഷം മിക്സ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വല്ലാണ്ട് ചൂടാറാനും നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. പിന്നെ അത് തുറന്ന് വെച്ചാൽ മതി, നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് അവിടെ തുറന്ന് വെച്ചാൽ മതി, ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ മജ്ബൂസ് ഒക്കെ കഴിക്കുമ്പോൾ ചൂടോട് കൂടി കഴിക്കുന്നതിലും ആ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഓരോ അരിയിലും പിടിക്കുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചൂടോട് കൂടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മൊത്തം കിട്ടണമെന്നില്ല. നമ്മൾ ബിരിയാണി ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, എന്നാലേ നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടുള്ളൂ. എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ താഴ്ഭാഗം ഒന്നും മിക്സ് ചെയ്യാൻ പറ്റില്ല, ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് ഈ ഒരു റൈസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു ചിക്കന് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ ആ ഒരു റൈസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിക്കാം. ചൂടാറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ നമ്മൾ ശരിക്കും ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബേക്ക് ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗിയുള്ള ഒരു കളറും നല്ലൊരു ജ്യൂസി ലുക്കൊക്കെ വരും. ഇതിപ്പോൾ നമ്മൾ ഫ്രൈങ് പാനിൽ ടോസ്റ്റ് ചെയ്തെടുത്താണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ടേസ്റ്റിൽ ഒട്ടും ഡിഫറൻസ് ഉണ്ടാവില്ല, ടേസ്റ്റ് സെയിം തന്നെയാണ്. കാണാനുള്ള ഒരു ഇത് ബേക്ക് ചെയ്തെടുത്തായിരിക്കും കുറച്ചുകൂടി ഭംഗി. ഇപ്പോൾ അരി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടോ, ചൂടാറിയപ്പോൾ അരി നല്ല ഡ്രൈ ആയിട്ട് ഒന്നൊന്നിനോട് തൊടാതെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ മജ്ബൂസ് ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് അരിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ അരി നോക്കിയപ്പോൾ നന്നായിട്ട് ഒട്ടി പിടിച്ച പോലെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റെഡി ആയ പാടന്നെ അരി എന്താ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ തുറന്ന് വെച്ചാൽ മതി. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റൈസ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മജ്ബൂസ് റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും അയച്ചു തരണം. ഈ ഒരു ഫോട്ടോ ഞാൻ മുമ്പ് ബ്ലോഗിൽ ഷെയർ ചെയ്ത ഈ ഒരു മജ്ബൂസിൻ്റെ ഫോട്ടോ തന്നെയാണ്. ഇത് ഞാൻ ബേക്ക് ചെയ്ത ചിക്കനാണ്, അതാണ് ഡിഫറൻസ് വരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ബേക്ക് ചെയ്തിട്ട് നോക്കുക, അതുപോലെ ഫ്രൈങ് പാനിൽ ടോസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.